അങ്ങനെ വീണ്ടും സാന്റാക്ലോസിന് വീടുകളിൽ എത്താനുള്ള സമയമായി, ക്രിസ്മസ് ആയി. ഈ ക്രിസ്മസിന് 5 മലയാള സിനിമകളാണ് റിലീസാവുന്നത് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ. ഒന്ന് നമ്മുടെ സ്വന്തം ഫേവറേറ്റ് ലാലേട്ടൻ്റെ വൃഷഭ, പിന്നെ സർവ്വമായ, ഹാൽ, ആഘോഷം, മിണ്ടിയും പറഞ്ഞു. ഈ 5 പടങ്ങളിലും ഏറ്റവും ഹൈപ്പുള്ള പടങ്ങൾ ഏതാണ്, ഈ പടങ്ങൾ നമ്മൾ എന്തുകൊണ്ട് കാണണം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ വി ബിഗിൻ ദ വീഡിയോ, എ മെരി ക്രിസ്മസ് ഫ്രം മൈ സൈഡ് ടു യു ആൻഡ് ടു യുവർ ഫാമിലി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഈ 5 പടങ്ങളിൽ കിട്ടിയിരിക്കുന്നത് വൃഷഭയ്ക്കാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ 5 കാരണങ്ങൾ ഞാൻ തരാം. ഒന്ന്, നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് അതിൽ നായകൻ. രണ്ടാമത്തെ കാര്യം, അടിപൊളി വിഷ്വൽസും VFXും ആണ് നമ്മൾ ട്രെയിലറിൽ കണ്ടത്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ത്രൂ ഔട്ട് ദ മൂവി ഇറ്റ് വിൽ ബി എ വിഷ്വൽ ട്രീറ്റ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ല ആക്ഷൻസും സ്റ്റണ്ടും ട്രെയിലർ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും വൃഷഭ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് സീംസ് ടു ബി എ ഫാമിലി എൻ്റർടൈനർ. നമുക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് വൃഷഭ തോന്നിയിട്ടുള്ളത്. അഞ്ചാമത്തെ കാര്യം, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഈ നിമിഷം ക്രിസ്മസിന് റിലീസാവാൻ പോകുന്നതിൽ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പടമാണ് വൃഷഭ. അപ്പോൾ എന്തായാലും മോഹൻലാൽ ഫാൻസ് നാളെ തിയേറ്ററിൽ ഫുള്ളി അസംബിൾഡ് ആയിരിക്കും വൃഷഭ കാണാനായിട്ട്. രണ്ടാമത്തെ പടം സർവ്വമായ. ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു പടമായിരുന്നു നിവിൻ പോളിയുടെ സർവ്വമായ. അങ്ങനെ അത് ഫൈനലി തിയേറ്റേഴ്സിൽ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ റിലീസാവുകയാണ്. സർവ്വമായ ഒരു ഫാൻറ്റസി ഹൊറർ കോമഡിയിലാണ് ജോൺറെ പോകുന്നതെന്നാണ് ഇതിൻ്റെ ഡയറക്ടർ അഖിൽ സത്യം പറഞ്ഞത്. ഈ പടം കാണാനുള്ള 5 റീസൺസ് എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ സ്വന്തം നിവിൻ പോളിനെ വി ക്യാൻ സീ ബാക്ക് അറ്റ് ദ തിയേറ്റേഴ്സ്. ഹിസ് ചാം ഇസ് ഗോണ റൂൾ ദി തിയേറ്റേഴ്സ് ഫോർ ഷുവർ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ് നിവിൻ പോളിയുടെ ഒരു കംബാക്ക്. രണ്ടാമത്, ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഇസ് ടു വാച്ച് അജു വർഗീസ് ആൻഡ് നിവിൻ പോളി കോംബോ. ആ ഒരു കോമ്പിനേഷൻ ഈസ് എ ഡെഡ്ലി കോമ്പിനേഷൻ. എന്തായാലും തിയേറ്ററിൽ ചിരിക്കാനുള്ള വകുപ്പ് ഈ കോമ്പിനേഷൻ ഉറപ്പായിട്ടും തരും. പിന്നെ ഒരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണിത്. പ്യോർലി ഫാമിലി ബേസ്ഡ് എൻ്റർടൈനർ മൂവിയാണ്. നമുക്ക് കുട്ടികളടക്കം പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം കൂടിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഒരു ഫെസ്റ്റിവൽ മൂവി അല്ല സർവ്വമായ. എന്നാലും അത് ക്രിസ്മസിന് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണില്ലേ? ആ റീസൺ എന്താണെന്നും കൂടെ അറിയാനായിട്ട് നമുക്ക് സർവ്വമായ തിയേറ്റേഴ്സിൽ കാണാം. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടായിരുന്നു, നിവിൻ പോളിയുടെ തന്നെ കുറച്ച് കുട്ടിത്തമൊക്കെ ഉള്ള ഒരു പേടി നമുക്ക് ശരിക്കും ട്രെയിലറിൽ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് ടു സീ ദാറ്റ് ത്രൂ ദി എൻറ്റയർ മൂവി. വൃഷഭയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ളൊരു പടം തന്നെയാണ് സർവ്വമായ. നമ്മൾ എവിടെ നോക്കിയാലും ആൾക്കാർ സർവ്വമായെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂന്നാമത്തെ പടം ഷെയ്ൻ നിഗത്തിൻ്റെ റൊമാൻറ്റിക് പടമായ ഹാലാണ്. ഹാലിൻ്റെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഷെയ്ൻ നിഗത്തിൻ്റെ ഒരു ഇൻറ്റൻസ് ആക്ടിങ് ആണ് നമ്മൾ കണ്ടത്. ഒരു റോ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ട്രെയിലറാണ് കണ്ടിന്യൂസ്ലി. രണ്ടാമത്തെ റീസൺ അതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. ഇറ്റ് കീപ്സ് യു ഗെസ്സിങ്, അടുത്ത എന്താന്നുള്ളൊരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടെന്നാണ് നമ്മൾ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കിയത്. മൂന്നാമത്തെ കാര്യം, സെൻസർ ബോർഡിൽ ഇത്തരം പ്രശ്നം ഉണ്ടാവാൻ ഒരു പടം ഉണ്ടെങ്കിൽ ആ പടത്തിൽ എന്താണെന്ന് നമുക്കും കൂടെ അറിയണമല്ലോ. നാലാമത്തെ കാര്യം, റൊമാൻസ് ഓൾവേസ് വർക്ക്സ് ഇൻ എനി സീസൺ. അതിപ്പോൾ ഏതൊരു ഫെസ്റ്റിവൽ സീസൺ ആണെങ്കിലും റൊമാൻസ് വിൽ ഓൾവേസ് വർക്ക്. അഞ്ചാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ച ഈ പടത്തിൽ കുറച്ചും കൂടെ ഓഡിയൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീൻസും ഡയലോഗ് ഡെലിവറിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദി ഓഡിയൻസ് ഈസ് ഗോണ ലവ് ഷെയ്ൻസ് ഹാൽ. നാലാമത്തെ പടം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഉണ്ണി മുകുന്ദൻ്റെ പടമാണ് മിണ്ടിയും പറഞ്ഞു. അപർണ ബാലമുരളി ആൻഡ് ഉണ്ണി മുകുന്ദനാണ് ലീഡ് കാസ്റ്റിൽ വരുന്നത്. ഇറ്റ്സ് എ പ്യുവർ റൊമാൻറ്റിക് മൂവി. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ. ആൻഡ് ഹിയർ ആർ മൈ 5 റീസൺസ് ടു വാച്ച് മിണ്ടിയും പറഞ്ഞു. ഒന്നാമത്തെ തന്നെ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ക്യൂട്ട് ലവ് സ്റ്റോറി എന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ റീസൺ, അപർണ ബാലമുരളി ആൻഡ് ഉണ്ണി മുകുന്ദൻ്റെ കെമിസ്ട്രി വാസ് ബ്യൂട്ടിഫുൾ ത്രൂ ഔട്ട് ദ ട്രെയിലർ. ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഈ മൂവിയിൽ വർക്കൗട്ട് ആവാൻ പോകുന്നത് എന്നും കൂടി എനിക്കറിയാൻ താല്പര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോറി ലൈനാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ട്രെയിലറിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ സ്റ്റോറി ലൈനിലൂടെയാണ് ആ പടം പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കൂടി ഉണ്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രഫി. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിക്കാണ് ആ പടം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഫോർ ഷുവർ ഉറപ്പാണ്. അഞ്ചാമത്തെ കാര്യം, പെർഫെക്റ്റ് ഫോർ കപ്പിൾസ് ആൻഡ് ഫാമിലീസ്. ധൈര്യമായിട്ട് നമുക്ക് ക്രിസ്മസിൽ തിയേറ്റേഴ്സിൽ പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം കൂടിയാണ്. ഫിഫ്ത്ത് മൂവി, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ആഘോഷം എന്ന് പറയുന്ന പടം തന്നെയാണ് തിയേറ്റേഴ്സിലേക്ക് വരുന്നത്. ഈ കാസ്റ്റ് വരുന്നത് തന്നെ നമ്മുടെ നരേൻ, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ പ്ലസ് അജു വർഗീസ്. അഗെയിൻ അജു വർഗീസ് ഈ പടത്തിലും ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് അജു വർഗീസിൻ്റെ 2 പടങ്ങളാണ് റിലീസാവുന്നത്, സർവ്വമായ, ആഘോഷം. ആൻഡ് ഈ പടത്തിൻ്റെ ജോണർ കംപ്ലീറ്റ് പോകുന്ന ഒരു കോമഡി യൂത്ത് ഡ്രാമ എന്നുള്ള രീതിക്കാണ്. ആൻഡ് ഹിയർ ആർ മൈ 5 റീസൺസ് ടു വാച്ച് ആഘോഷം.
ഒന്നാമത്തെ കാര്യം ഒരു കംപ്ലീറ്റ് യൂത്ത് സെൻട്രിക് മൂവിയാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഫ്രഷ് കാസ്റ്റ് ഡൈനാമിക് ആണ് ആ പടത്തിൽ ത്രൂ ഔട്ട് ഉള്ളത്. വെരി ഡിഫറെൻറ്റ് പീപ്പിൾ കമ്മിങ് ഇൻ ടു എ മൂവി ആൻഡ് ഹൗ ദറ്റ് കാസ്റ്റ് ഇസ് ഗോൺ വർക്ക് ഔട്ട് ത്രൂ ഔട്ട് ദ സ്റ്റോറി ലൈൻ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. മൂന്നാമത്തെ കാര്യം ക്രിസ്മസ് സീസണിൽ തന്നെ നമുക്കൊരു ക്യാമ്പസ് നൊസ്റ്റാൾജിയാണ് ആഘോഷം എന്ന് പറയുന്ന പടം നമുക്കായിട്ട് നൽകുന്നത്. പ്ലസ് ടീച്ചർ റൊമാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ടി ടീച്ചേഴ്സ്. നാലാമത്തെ കാര്യം ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അഞ്ചാമത്തെ കാര്യം എ വെരി ഡിഫറെൻറ്റ് മൂവി ടു റിലീസ് ഓൺ ക്രിസ്മസ് സമയത്ത് നമ്മൾ ആരും അങ്ങനെ ഒരു ക്യാമ്പസ് മൂവീസ് കാണാറില്ല. So definitely there must be some reason they are releasing this for the Christmas. So these are the top 5 movies in Malayalam that's releasing on Christmas near to your theatres. നിങ്ങൾ എന്തായാലും പോയിട്ട് നിങ്ങൾ ഏത് പടമാണോ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾസോ ലെറ്റ് മീ നോ യുവർ റിവ്യൂസ് അബൌട്ട് ദിസ് മൂവി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സലാം.